അപ്പോൾ എനിക്ക് ഇവിടെ EV വണ്ടിക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, EV കാറാണ് നിങ്ങൾ EV വണ്ടികളാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ ചുരം ഇറങ്ങാനുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ 100% അല്ലെങ്കിൽ ഒരു 90% മേലെ ചാർജ് ചെയ്ത് ബാറ്ററി പെർസെൻറ്റേജ് 90ന്റെ മേലെ ആക്കിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ചുരം ഇറങ്ങരുത്. നമ്മളാ വാൾപ്പാറ അപകടം ഉണ്ടായ സമയത്ത് എല്ലാവരും പറഞ്ഞു, പിന്നെ ചുരം ഇറങ്ങുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എല്ലാവരും വീഡിയോ ഇട്ടിരുന്നു. എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, EV വണ്ടികൾ ചുരം ഇറങ്ങുമ്പോൾ ബ്രേക്ക് കിട്ടുന്നതിലേറെ നമ്മൾ ഉപയോഗിക്കുന്നത് റീജനറേഷൻ ബ്രേക്കാണ്. ചുരം ഇറങ്ങിയതിന് മുന്നേ റീചാർജ് ചെയ്യാൻ നിൽക്കേണ്ട, ചുരം ഇറങ്ങിയതിന് ശേഷം റീചാർജ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഫുള്ള് ചവിട്ടി ഇറങ്ങേണ്ടി വരും. 95-97 എത്തിക്കഴിഞ്ഞാൽ പിന്നെ റീജനറേഷൻ ഉണ്ടാവില്ല, കിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സാധാരണ ബ്രേക്ക് മാത്രം ചവിട്ടി ഇറങ്ങണം. അതല്ലാതെ നമുക്ക് ചുരം ഇറങ്ങുമ്പോൾ സൗകര്യം കിട്ടണമെങ്കിൽ, റീജനറേഷൻ കിട്ടിയ ബ്രേക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 100% താഴെ 90ന്റെ താഴെ ആക്കി വേണം ഇറങ്ങാൻ. ഇവിടെ 100% ചാർജ് ചെയ്തതിന് ശേഷം നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, L3 പോലും റീജനറേഷൻ വർക്ക് ചെയ്യുന്നില്ല, സ്റ്റക്കായി നിൽക്കുകയാണ്. അവിടെ നിന്ന് നിൽക്കും, താഴേക്ക് വരികയില്ല. അത് 99, 98, 97 ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഒരല്പം കുറേശ്ശെ ഇറങ്ങി വരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് 100% ആയിക്കഴിഞ്ഞാൽ നമുക്ക് റീജനറേഷൻ കിട്ടില്ല എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ 99 ആയപ്പോൾ ഒരല്പം റീജനറേഷൻ വന്നു. ആ 1% ബാറ്ററി ചാർജിങ് ആണ് നടക്കുന്നത്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ബ്രേക്ക് കാര്യമായിട്ട് ആ ഒരു ഉപയോഗം കിട്ടുന്നില്ല, റീജനറേഷൻ ഉപയോഗം ബ്രേക്കിലേക്ക് കിട്ടുന്നില്ല. ഇത് എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് ചുരം ഇറങ്ങുന്നത് നല്ല ഇറക്കൊക്കെ ഇറങ്ങുമ്പോൾ ശരിക്ക് റീജനറേഷൻ കിട്ടണമെങ്കിൽ വേറെ ഒന്നും ബ്രേക്കുമ്പോൾ തുടരേണ്ട ആവശ്യമില്ല. ആ ഒരു റീജനറേഷൻ ബ്രേക്കിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് പോരാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ചാർജും കിട്ടും, എന്നാൽ വണ്ടി ഓടിക്കാനുള്ള ആ സ്മൂത്ത്നെസ്, ആ ഒരു ബ്രേക്ക് ചവിട്ടണ്ട എന്നുള്ളൊരു സുഖം. ഇപ്പോൾ നമ്മൾ 98 ആയപ്പോൾ വീണ്ടും കുറച്ചുകൂടെ കുറഞ്ഞു. നല്ല ഇറക്കത്തിലാണ് ഈ കാണിക്കുന്നത്. ഈ ഇറക്കത്തിൽ പോലും എന്ത് ചെയ്തില്ല, നമ്മൾ വണ്ടി താഴേക്ക് ബ്രേക്ക് ചവിട്ടിയാണ് പോകുന്നത്. ബ്രേക്ക് ചവിട്ടിയിട്ട് പോലും റീജനറേഷൻ താഴേക്ക് വരുന്നത്. സാധാരണ ഈ അടിയിൽ നീല വരെ എത്തുന്ന സാധനമാണ്, അതുപോലും എന്ത് ചെയ്യുന്നില്ല, താഴേക്ക് വരുന്നില്ല. ഇത് എല്ലാവരും, എല്ലാ EV യൂസേഴ്സും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചുരം ഇറങ്ങുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.